ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്നിവിടെ കൂടിയിരിക്കുന്ന എല്ലാവർക്കും ദൈവനാമത്തിൽ സ്നേഹവന്ദനം. ഞാൻ ഇന്നിവിടെ ഉദ്ധരിക്കാൻ പോകുന്നത് മഹാകവി KV സൈമൺ സാറിന്റെ വേദവിഹാരം എന്ന കവിതാ സമാഹാരത്തിൽ നിന്നും എടുത്തിട്ടുള്ള നോഹയുടെ പ്രസംഗം എന്ന അധ്യായത്തിലെ ചില വരികളാണ്. ഹാസ്യമാം ചരൽ കല്ലു കരുണ എന്നേ വരി ഹാസ്യത്തിലേറിയുമീ വൻപരോടൻ വീരോടും ചൊന്നിരു നോഹു മഹാമാന്യരെ മാലോകരെ വന്ദനം നിങ്ങളെന്റെ വാക്കുകൾ കേട്ടിടുവിൻ. സർവലോകാധീശനായി ഉണ്ടൊരു ദൈവമവൻ നിർവഹിക്കുന്നു നമ്മൾക്കുള്ള സർവവശ്യവും. ആശനും വസനുമിത്യാദിയായുള്ളതെല്ലാം അവനാണല്ലോ നമുക്കേകുന്നതനീശവും. നമ്മുടെ നാസാരന്ധ്ര സംസ്ഥിതമാകും വായു ബിംബിടാതിരിപ്പതും തന്തയാമൂലമത്രേ. ഇതൊട്ടും ചിന്തിക്കാതെ അല്ലയോ പാപകർമ്മം മതികെട്ടിഹ നിങ്ങൾ ചെയ്വതു നിർവിശങ്കം. ഇത്ര കാലത്തോളം ഈ തിന്മയ്ക്കു ശിക്ഷ നൽകാം. ത്രിലോകേശൻ ക്ഷമിച്ചിരുന്നാലിനിമേൽ തക്കതാം ശിക്ഷ കൊണ്ടു നിങ്ങളെ ദണ്ഡിപ്പിപ്പാൻ നിശ്ചയിച്ചിരിക്കുന്നു സർവേശാനവ്യാകുലം. ചുരുക്കം കാലമുണ്ടു വേണമെന്നാകിൽ മാന സുരുക്കം കൊണ്ടു പാപം ക്ഷമയ്ക്കായിരന്നിടാം. പിന്നിടാവട്ടെ എന്നു തളരുതൊരിക്കലും പിന്നീടുള്ളൊരു കാര്യം അറിയാവതുമല്ല. നാളത്തേക്കുള്ള കാര്യം ഇന്നു നാം ചെയ്തിടണം. സായങ്കാലത്തെ കൃത്യം രാവിലെ സമയത്തും അടുത്ത ക്ഷണമെന്നും അടുത്തൊന്നറിഞ്ഞിടാൻ മിടുക്കില്ലൊരുത്തർക്കും മടുപ്പു പറ്റാമത്തും. വധിക്ക തിങ്കലിഷ ശരണം ഭജിക്കമൻ നോർത്തിരിപ്പവർ മൃത രഘുന യൗവനത്തിൽ. യൗവനവനത്തിലെ കന്ദരമത് ചുറ്റി ദിവ്യമാമുക്തി മതം കളവു യുവാക്കന്മാർ. വിഷയബോധങ്ങളൊരു തൃപ്തിയാവ സുഷിരമുള്ള പാത്രം പോലെയാണതിൽ പകർ നൊഴിക്കും പോകാനിരം നിമിഷം കൊണ്ടു ചോർന്നു കഴിയും കഥ. പിന്നെ പത്രവും മുടങ്ങിടും. ചങ്ങലയിലുമാശ ചങ്ങല ഭയങ്കരം ചങ്ങല തളയിപ്പിങ്ക നിൽക്കുമേ ഗാത്രഭക്തൻ. ആശ ചങ്ങല കൊണ്ടു ബന്ധിക്കിലളർക്കമ്പോ ലാശകൾ തോറു മൂടി നടക്കും നില എന്നീ. അതിനാലായുസിന്റെ നശ്വരതയും പാപ കൃതികൾക്കുള്ള നിത്യ ശിക്ഷയും വിചാരിച്ചു. മതമാത്സര്യം വിട്ടു ജീവിപ്പിനല്ലകിലോ ഗതികുട്ടുഴന്നു പോം ഘോരമാ